നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ അവരുടെ ഹൃദയത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടോ, അതോ അവർക്ക് അതിന് സാധിക്കുമോ എന്നുള്ളതാണ്. അവർക്ക് കംപ്ലീറ്റ്ലി നിങ്ങളെ അവരുടെ ഹൃദയത്തിൽ നിന്നും പറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളും അവർ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം, ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും റെസിനേറ്റ് ആവുന്ന ഒരു റീഡിംഗ് ആണ് എടുക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് അയക്കാം. ഞാൻ റീഡിംഗ് എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ജസ്റ്റിസ് ആണ്. സെവൻ ഓഫ് സോഡ്സ് ആണ്. ടു ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. സിക്സ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ദ വേൾഡ് കാർഡാണ്. ബോട്ടം എനർജി ദ സ്റ്റാർ കാർഡാണ്. അപ്പോൾ 6 കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ട് അവരുടെ ഹൃദയത്തിൽ നിന്നും പറിച്ചു മാറ്റാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതിൻ്റെ കൺഫർമേഷനാണ് ഈ ഒരു കാർഡ് കേട്ടോ. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ മുൻപ് ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഓർക്കുന്നുണ്ട്. അവർ കഴിഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഓരോ മൊമെൻറ്റ്സും അവരുടെ മനസ്സിലോട്ട് വരുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ അവർക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും ഏത് ഒരു സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഓർക്കുന്നുണ്ട്. പഴയ കാര്യങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷങ്ങളും അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. സിക്സ് ഓഫ് പെന്റിക്കിൾസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒന്നെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആളാണ്. അവർക്ക് അവർക്ക് എല്ലാവരോടും ഒരു എന്താ പറയുക, അത്രയും സ്നേഹത്തോടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വിഷമിക്കുന്ന ആളുകളെ അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. അത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അവർക്ക് എന്തായാലും നിങ്ങളോട് അതുപോലെ നീതി ചെയ്യാതിരിക്കാൻ അവർക്ക് പറ്റില്ല. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവരിപ്പോൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും നിങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ ഇടപഴകുന്ന ഒരു പേഴ്സണ് നിങ്ങളോട് മാത്രം ഒരു ചീറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ട്. അവർ മറ്റുള്ളവരെ ഇത്രയും കെയറോടെ കൂടി കാണുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെയും സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. എന്താന്ന് വെച്ചാൽ നിങ്ങളോട് അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ വിവാഹിതരായിരിക്കില്ല എങ്കിലും നമ്മൾ മാനസികമായിട്ടൊരു കമ്മിറ്റ്മെന്റ് നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ കൊടുക്കും. ഒരു മെൻ്റലി ഉള്ള ഒരു കമ്മിറ്റ്മെന്റ്. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഉള്ളതായിട്ടാണ്. അപ്പോൾ അവർ അകന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിനകത്ത് നിങ്ങളുണ്ട്.
ആ കാര്യം കൺഫേം ആണ്. നമ്മൾ 2 കപ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല, നിങ്ങളോട് അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് അവർ ഈ റിലേഷൻഷിപ്പ് എൻഡ് ആക്കി പോകാൻ അവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. ഇത് ജസ്റ്റിസ് കാർഡാണ്. ജസ്റ്റിസ് കാർഡ് എന്ന് പറയുമ്പോൾ നീതിപൂർണമായിട്ട് ഒരു നീതി എവിടെയും ചെയ്യുന്ന ഒരു പേഴ്സൺ. അവർക്കൊരു പേടിയുണ്ട്. എന്ത്, അവർ ചെയ്യുന്ന കാര്യത്തിന് തിരിച്ചടി കിട്ടുമോ, അതായത് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് അവർക്കതൊരു അതിൻ്റെ ഒരു കർമ്മ അവർ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു പേടി അവർക്കുള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സ്ട്രെങ്ത് കാർഡാണ്. കിങ് ഓഫ് സോഡ്സ് ആണ്. ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. ഒരെണ്ണം കൂടി എടുക്കാട്ടോ. പേജ് ഓഫ് വാൻസ് ആണ്. ബോട്ടം എനർജി വന്നിട്ടുള്ളത് ദ ഫുൾ കാർഡാണ്. ഫുൾ കാർഡ് കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ, എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ അവർ ആ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എല്ലാം മറികടന്ന് ഈ റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ്. ഒരു ഉത്സാഹത്തോടെ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അതൊന്നും കാര്യമാക്കാതെ ഈ റിലേഷൻഷിപ്പുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു മെന്റാലിറ്റി ഇവർക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. പേജ് ഓഫ് വാൻസ് ആണ്. പേജ് ഓഫ് വാൻസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ്. അവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരിപ്പോൾ ഒരു ആക്ഷനൊന്നും എടുത്തിട്ടില്ല. അവരിങ്ങനെ സംസാരിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ഡൗട്ടിൽ നിൽക്കുകയാണ്. കാരണം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ സംസാരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഡൗട്ടുണ്ട്. അവരുടെ ഈഗോ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ മുന്നിൽ താഴുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. അപ്പോൾ അത് കാരണം അവർ നിങ്ങളോട് സംസാരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ സ്ട്രെങ്ത് കാർഡ് ഉണ്ട്. സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആക്കണം, അവരുടെ മനസ്സിനൊരു സ്ട്രെങ്ത് കൊടുത്ത് ഈ റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ്. അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ മറ്റ് ആർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല. അവർ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഈ റിലേഷൻഷിപ്പ് എൻഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു എൻഡിങ് വരാതിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് വരും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. കിങ് ഓഫ് സോഡ്സ് ആണ്. ആള് കുറച്ച് ദേഷ്യത്തിലാണ് കേട്ടോ. ദേഷ്യത്തിലാണ്. കാരണം നിങ്ങളും പേഴ്സണും തമ്മിൽ എന്തെങ്കിലും സംസാരമോ പ്രശ്നങ്ങളോ വഴക്കോ അതല്ലെങ്കിൽ നിങ്ങൾ അവരെ തമാശയായിട്ട് എന്തെങ്കിലും പറഞ്ഞത് അവർക്ക് ഹേർട്ട് ആവുകയോ അല്ലെങ്കിൽ അവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അത് സംസാരത്തിനിടയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവരത് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് അവർ മനസ്സിനകത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ വീണ്ടും വീണ്ടും എന്താ പറയുക, ഓവർ തിങ്ക് ചെയ്തിട്ട് അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു വിഷമം, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ദേഷ്യം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് അവർ പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്കൊരു പിണക്കം നിങ്ങളോടുണ്ട്. പക്ഷെ ബാക്കിയുള്ള കാർഡ്സൊക്കെ കാണിക്കുന്നത് അവർക്ക് നിങ്ങളെ പിരിയാൻ പറ്റില്ല, നിങ്ങളെ മനസ്സിൽ നിന്നും അവർക്ക് ഒരിക്കലും അടർത്തി മാറ്റാൻ പറ്റില്ല എന്ന് തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കാർഡ്സും കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് ദ വേൾഡ് കാർഡാണ്. ഇതൊരു യാത്രയെ സൂചിപ്പിക്കുന്ന കാർഡാണ്. ചിലപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും യാത്രയിലായിരിക്കാം.
അതും അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തെങ്ങോട്ട് എന്തെങ്കിലും ആവശ്യത്തിന് പോവേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ഒരു തിരക്കിലായിരിക്കാം അവർ. അതും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം, പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് സാധ്യത ഉള്ളതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. ഒരു ചേഞ്ച്, ഒരു നല്ലൊരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ അവർക്ക് ഇഷ്ടമില്ല, അവർ ആഗ്രഹിക്കുന്നില്ല, അവർക്ക് അതിന് സാധിക്കില്ല. അപ്പോൾ ഇവിടെ അത്രയും നല്ല കാർഡ്സാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ എടുത്തിട്ടുള്ള കാർഡ്സ് ഒക്കെ നല്ല കാർഡ്സാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ വ്യൂവേഴ്സിന് സംശയമാണ്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമാണ്. ഇത് കണ്ടോ, ഈ കാർഡ്സ് ഒക്കെ നല്ല കാർഡ്സാണ്. 2 കപ്സ്, ഏസ് ഓഫ് കപ്സ്, ദ വേൾഡ് കാർഡ് ഒക്കെ നല്ല കാർഡ്സാണ്. അപ്പോൾ ആ ഒരു സംശയം വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ തോട്ട്സ് ആണ് എനർജി എന്ന് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും സംശയമാണ്, ഈ ഒരു പേഴ്സണ് എന്നോട് സ്നേഹം ഉണ്ടോ എന്നുള്ള സംശയമുണ്ട്, അവർക്ക് തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് അവർക്ക് കൺഫർമേഷൻ ഇല്ല. പക്ഷെ എന്നിട്ടും അവർക്ക് സംശയമാണ്. കാരണം എപ്പോഴും അവരുമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഒരു പേഴ്സൺ നിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എന്താ അതിനർത്ഥം? നിങ്ങൾക്കൊരു പണിയില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അതൊക്കെ നിങ്ങൾ ചെയ്യണ്ടേ? നിങ്ങളെ സെൽഫ് ലവ് നിങ്ങൾ ചെയ്യണ്ടേ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ്ടേ? അതിനൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തുമ്പോൾ നിങ്ങൾക്കും ഒരുപാട്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്കും ഉണ്ടാവില്ല, നിങ്ങളും തിരക്കിലായിരിക്കും. അപ്പോൾ അതേപോലെ ആയിരിക്കും അവർ സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അവരുടെ കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്ന, അവർക്കൊരു സെൽഫ് ഗ്രോത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അവർ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം നിങ്ങളെ എപ്പോഴും നിങ്ങളോട് സംസാരിച്ചിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലുണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് അവരൊന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഓവർ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം നിങ്ങളായിട്ട് തന്നെ കൊടുക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങളുടെ ഹാപ്പിനെസ്സായിട്ട് നിങ്ങൾ ഇരിക്കുക, ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ, അതിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോഴാണ് നിങ്ങൾ ലൈഫിൽ സക്സസ് ആവുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ വെൽത്ത് എല്ലാ, സത്യം പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തിനാണ്, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിക്കുന്നു, ആ പേഴ്സൺ നിങ്ങളെ തിരിച്ചു സ്നേഹിക്കുന്നു. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തിനാണ് പണം അല്ലെങ്കിൽ സ്വർണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ഞാൻ നിങ്ങളോടൊരു കാര്യം പ്രത്യേകമായിട്ട് പറയാം. നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ള വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് ഒരു പൈസയോ അല്ലെങ്കിൽ പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർണം, അങ്ങനെ ഏത് കാര്യം ആയിക്കോട്ടെ, അത് നിങ്ങളോട് അവർക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല. അവർ എത്ര സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും അവർ നിങ്ങളോട് ചോദിക്കാൻ ചാൻസസ് വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. അവർക്ക് നിങ്ങളിൽ നിന്നുള്ള സ്നേഹവും സപ്പോർട്ടും മാത്രമേ അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളോട് അവർ ചോദിക്കില്ല. ഇനി നിങ്ങളായിട്ട് അത് അറിഞ്ഞു ചെയ്താൽ പോലും അത് അവർ സ്വീകരിക്കാനും ചാൻസ് ഇല്ല. ഓക്കെ, പിന്നെ നിങ്ങൾ നിർബന്ധപൂർവം ഇത് വാങ്ങിയേ പറ്റൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ അത്രയും പ്രഷർ ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടി വരും. എന്നാലും അവർക്ക് അതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർ നിങ്ങളിൽ നിന്ന് സ്നേഹമായിരിക്കും തിരിച്ചാഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. പൈസയും സ്വർണ്ണമൊക്കെ നിങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളെ കൂടെ കൂടുന്ന അങ്ങനെയുള്ള ആത്മാർത്ഥത ഇല്ലാത്ത റിലേഷൻഷിപ്പിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ അതേ ആത്മാർത്ഥത ഉള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും നിങ്ങളിൽ നിന്ന് പൈസയോ അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അങ്ങനെ നേടിയെടുക്കാൻ നിങ്ങളിൽ നിന്നും വീണ്ടും വീണ്ടും കിട്ടാൻ അവർ ഡയറക്റ്റ്ലി ചോദിക്കാതെ ഏതെങ്കിലും തരത്തിൽ അവരുടെ ബുദ്ധിമുട്ട് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു തവണ വാങ്ങി വീണ്ടും അവർ അതേപോലെ മറ്റൊരു കാര്യം വരുമ്പോൾ ആ ബുദ്ധിമുട്ട് നിങ്ങളോട് പറയുക. അങ്ങനെയുള്ളവർ നിങ്ങളെ യൂസ് ചെയ്യുന്നവരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യം നഷ്ടപ്പെടും, നിങ്ങളുടെ മനസ്സിൻ്റെ നേരെയുള്ള ഒരു ഹെൽത്തി മൈൻഡ് ഉണ്ടല്ലോ അതുപോലും നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ട്രാപ്പിലൊന്നും നിങ്ങൾ പോയി ചാടരുത് ദയവ് ചെയ്തിട്ട്.
നിങ്ങളുടെ പണം, നിങ്ങൾ അധ്വാനിക്കുന്ന പണത്തിൻ്റെ മുകളിൽ എന്താണ് കണ്ണുള്ള ഒരു റിലേഷൻഷിപ്പിലും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. അതൊന്നും വേണ്ട. നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ മതി നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. വിശാഖം 1990, ഉത്രാടം 1988, രോഹിണി മാർച്ച്, ഒക്ടോബർ, തിരുവോണം, ലെറ്റർ ഡി, പുണർദം, ലെറ്റർ യു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.